സംസാരിക്കുകയും ചെയ്യാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആ വാക്യത്തിലൂടെ യോഹന്നാൻ്റെ സുവിശേഷം 17 നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാം. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഒരിക്കലൂടെ വായിച്ചു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്ത് കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായ പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്തിൻ്റെ ചില വിഷയങ്ങളെ തൊട്ട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. വീണ്ടും അല്പം കൂടി ഒരു ആഴത്തിൽ ഈ വിഷയത്തെ ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മനസ്സുകൾ ഈ വിഷയത്തിനകത്തേക്ക് തുറന്നു വരട്ടെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതനായി നമുക്കുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ഏതെങ്കിലും മിറക്കിളിൻ്റെ ആശയം പ്രസംഗിക്കുന്നത് പോലെ ഈ തിയറികൾ പ്രസംഗിക്കുമ്പോൾ ഒരു മനസ്സ് തുറന്നു വരണമെന്നില്ല. പക്ഷെ ഒന്നടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന കണ്ടന്റുകൾ ഒത്തിരി മിറക്കിളായി നമുക്ക് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. മഹാപുരോഹിതന്മാരുടെ ഒരു നീണ്ട ലിസ്റ്റ് ലേവ്യ പുസ്തകത്തിനകത്ത്, പഴയ നിയമത്തിനകത്ത് ലേവ്യ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. പലർക്കും സാധിക്കാത്തത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഒരു വലിയ സമൂഹം പാപം നിമിത്തം യാഗങ്ങളുടെ സമയത്ത് പോലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ അവർ കൊണ്ടുവരുന്ന യാഗവസ്തുക്കൾ, യാഗ അനുഭവങ്ങളുമായി മഹാപുരോഹിതന് മാത്രമേ ദൈവ സാന്നിധ്യത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ആണ്ടിലൊരിക്കൽ മാത്രം നിബന്ധനകൾക്ക് വിധേയമാക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന മഹാപുരോഹിതന്മാരുടെ പ്രാർത്ഥനാ അനുഭവങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. അവരെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് എബ്രായ ലേഖന കർത്താവ് യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനായി ഇനി മനുഷ്യൻ, ദൈവത്തിനും മനുഷ്യനും മധ്യേ ഇല്ലെന്നും, മധ്യസ്ഥന്മാരായി ആരും ഇല്ലെന്നും, മധ്യസ്ഥനായി മഹാപുരോഹിതനായി യേശു കർത്താവ് മാത്രമാണ്, അവനിലേക്ക് മാത്രമാണ് നമ്മുടെ കണ്ണ് ഉയരേണ്ടതെന്ന് എബ്രായ ലേഖന കർത്താവ് ശക്തിയോട് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന മഹാപുരോഹിത പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വാക്യത്തെ വായിക്കുവാനിടയായി തീർന്നത്. മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഞാനിവിടെ മുതൽ ഈ ആശയത്തെ ഒന്ന് തുറക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ 1-2 കാര്യങ്ങളെ ഈ 3 വാക്യങ്ങൾക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമുക്ക് അങ്ങനെ ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട്, അങ്ങനെ ഒരു ആകാശത്തിലൂടെ കടന്നുപോയ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം, നമുക്ക് ലഭിച്ച അംഗീകാരത്തെ വിട്ടുകളയാതെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം വിട്ടുകളഞ്ഞാലും നമുക്ക് ലഭിച്ച അംഗീകാരത്തെ, സ്വീകാരത്തെ നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട്, ഈ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് കുറച്ച് നിമിഷം സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പാപം ചെയ്ത മനുഷ്യന് അവൻ്റെ ശരീരത്തിലും അവനിലും തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്
അവന് ദൈവ സാന്നിധ്യത്തിനകത്തേക്ക്, ദൈവം ഇരിക്കുന്ന അടുക്കലേക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിടവ് സംഭവിച്ചു. ആ വിടവാണ് ആദ്യ മരണമെന്ന് കാണുന്നത്. അല്ലാതെ ഒത്തിരി കുറവുകൾ, താനായിരുന്ന കഴിവിൽ നിന്നും, തേജസ്സിൽ നിന്നും, താനായിരുന്ന പദവിയിൽ നിന്നും, ബന്ധത്തിൽ നിന്നും താൻ ഒരുപാട് വേർപെട്ടു പോയി. ആ വേർപെട്ടു പോയ ആകത്തുകയുടെ അനുഭവമാണ് ദൈവ സാന്നിധ്യത്തിലേക്ക് സ്വന്തമായി മടങ്ങി വരാൻ പറ്റത്തില്ല. ഈ സ്വീകാര്യത്തെ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ദൈവം പ്രകൃതിക്ക് കൊടുത്ത നിയമം അനുസരിച്ചും പാപം നിമിത്തം മനുഷ്യന് സംഭവിച്ച ബലഹീനത നിമിത്തവും മനുഷ്യന് തിരിച്ച് ദൈവിക അന്തരീക്ഷത്തിനകത്തേക്ക്, ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ഈ വിഷയം കഴിഞ്ഞ തവണ സംസാരിക്കുമ്പം ഒരു കാര്യം അക്കിട്ടുറപ്പിച്ച് പറയാനിടയായി തീർന്നു. ദൈവം മനുഷ്യനുമായിട്ട് ചേർന്നിരിക്കാനാണ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആകാശത്തെയും സമുദ്രത്തെയും കരയെയും കടലിനെയും ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും മനുഷ്യന് വേണ്ടി നിർമ്മിച്ചിട്ട് അതെല്ലാം നല്ലതാണെന്ന് അതിനെ നോക്കി പറഞ്ഞിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇതെല്ലാം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി, അത് മനുഷ്യന് ഉപയോഗിക്കാൻ, അവന്റെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊടുത്തിട്ട് മനുഷ്യനുമായി ഒരുമിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുമ്പോഴും കർത്താവിൻ്റെ ആഗ്രഹം ഒരു കാര്യമുണ്ട്, അത് മറന്നു പോകരുത്. 24 മണിക്കൂർ നമുക്കാണ് സമയത്തിൻ്റെ ക്വാണ്ടിറ്റി ഉള്ളത്. ആ അളവിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവ സാന്നിധ്യം വിട്ട് നമ്മൾക്ക് മാറി സഞ്ചരിക്കാൻ അനുവാദമില്ല. സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ പറയും, എവിടെ പോയി ഒളിക്കും? ഈ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അവിടെ ഉണ്ട്. ആമേൻ. ദൈവ സാന്നിധ്യം വിട്ട്, ദൈവ അന്തരീക്ഷം വിട്ടിട്ട് നമുക്ക് മാറി സഞ്ചരിക്കാൻ അനുവാദമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അങ്ങനെ മനുഷ്യൻ സഞ്ചരിക്കുന്നിടത്ത് ഒരു പരാജയം മണത്തു തുടങ്ങുക. ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരാശയം പറയുന്നു. ദൈവ സാന്നിധ്യം ഇല്ലാതെ, ദൈവവചനമില്ലാതെ, ദൈവകൃപയില്ലാതെ, ദൈവീയ അന്തരീക്ഷമില്ലാതെ ഒരു ചുവട് വെച്ചാൽ അതിന്റെ പിന്നിൽ പരാജയമുണ്ട്. ആമേൻ. നിങ്ങൾ എത്ര പരാജയപ്പെട്ട മനുഷ്യനാണെങ്കിലും, നിങ്ങൾ എത്ര കഴിവില്ലാത്തവരാണെങ്കിലും, നിങ്ങളുടെ കൂടെ ഈ ഭൂമിയിൽ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞവരാരും തന്നെ ഇല്ലെങ്കിലും, കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പരാജയങ്ങൾ ജയമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ജയത്തിലേക്ക് നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ വാക്കുകളാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ദൈവ സാന്നിധ്യം വിട്ട് മനുഷ്യൻ മാറി സഞ്ചരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ പാപനിമിത്തം മനുഷ്യന് സംഭവിച്ച ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്, അവന് ഭൂമിയിൽ പ്രകൃതിക്ക് കൊടുത്ത നിയമമനുസരിച്ചും മനുഷ്യന്റെ അവസ്ഥ, പാപനിമിത്തം സംഭവിച്ച അവസ്ഥയനുസരിച്ചും തിരികെ ദൈവത്തിലേക്ക് കയറാൻ കഴിയത്തില്ല. ദൈവ സാന്നിധ്യത്തിലേക്ക് തിരികെ വരാൻ കഴിയത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനെ തേടി കർത്താവ് നിയമമായി, വ്യക്തിയായി, മഹാപുരോഹിതനായി, ദൈവത്തിൻ്റെ കൃപയായി, ദൈവ സാന്നിധ്യമായി ഇറങ്ങി വന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല ഹല്ലേലൂയ പറയണം. നമുക്ക് എന്താണോ അങ്ങോട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്, അതിനുവേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇതിന് തുടക്കം ഇടുന്ന ഒരു വാക്കാണ്, ഞാനാകുന്നവൻ ഞാനാണ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് എന്തെല്ലാം ആകാമോ അതെല്ലാം ആയി മാറിക്കൊള്ളാം. ഇന്ന് പകലും ആ വാക്ക് ചിലരുടെ മേലൊരു ഉടമ്പടിയായി വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് ആ വാക്ക് ചിലരുടെ മേലൊരു പ്രോമിസായി വെളിപ്പെട്ട് വരട്ടെ. നിനക്ക് എന്ത് കഴിയത്തില്ലെന്ന് പറഞ്ഞു തുടങ്ങുന്നുവോ അവിടെ നിനക്ക് വേണ്ടി അതായി ചെയ്തു തരാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ വെളിപ്പെട്ട് നിൽപ്പുണ്ട്. ഹല്ലേലൂയ.
അങ്ങനെ വേർപെട്ട് നിൽക്കുന്ന മനുഷ്യനെ തേടി കർത്താവ് ഭൂമിയിലേക്ക് വന്നു. അവിടെ സംഭവിക്കപ്പെട്ട ഒരു സംഭവത്തെയാണ് ഇവിടെ സ്വീകാര്യത എന്ന് പറയുന്നത്. കഴിവ് കൊണ്ടോ പദവി കൊണ്ടോ യോഗ്യത കൊണ്ടോ ഈ പറയുന്ന നഷ്ടമായ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറി വരാൻ കഴിയാതിരിക്കുമ്പോൾ, ദൈവ കൃപ കൊണ്ട്, ദൈവത്തിന്റെ അംഗീകാരങ്ങൾ കൊണ്ട്, ദൈവം അനുവദിച്ചത് കൊണ്ട്, യേശു ക്രിസ്തു അനുവദിച്ചത് കൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സ്വീകാര്യത ലഭിച്ചു, ഒരു അംഗീകാരം ലഭിച്ചു. ആമേൻ. ഇന്ന് ഭൂമിയിൽ ലഭിച്ച അംഗീകാരത്തെ, ലഭിച്ച സ്വീകാര്യതയെ ഹല്ലേലൂയ നഷ്ടമാക്കി കളയുവാൻ ആർക്കും അനുവാദമില്ല. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന ഇടത്ത് പായിട്ടോ കസേരയിലിരുന്നോ നടന്നോ ഇരുന്നോ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് പറന്നിറങ്ങുന്നത് പോലൊരു ദൈവ സാന്നിധ്യം വരുന്നത് ഈ സ്വീകാര്യത കൊണ്ടാണ്. ഹല്ലേലൂയ. ഇതിന്റെ പിന്നിൽ ഒരു പിക്ചറുണ്ട്. ആ പിക്ചർ വാക്കുകൾ കൊണ്ട് വിലയിരുത്തിയാൽ ഇങ്ങനെയാകും: പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പുത്രനായ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്ത് പറയുന്നുവോ അത് ഏറ്റു പറഞ്ഞ് എൻ്റെ പ്രാർത്ഥനയെ സഫലീകരിക്കാൻ പിതാവിന്റെ മുമ്പിൽ പുത്രനായ കർത്താവ് ഇരിക്കുക. ഹല്ലേലൂയ. ഒരു വക്കീല് ന്യായവിസ്താരത്തിനകത്തിരിക്കുന്ന ന്യായാധിപതിയോട് സംസാരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ന്യായമില്ലാത്ത കുറ്റക്കാരനായ എൻ്റെ കുറ്റങ്ങളെ ന്യായീകരിക്കാനുള്ള ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ശരീരത്തെ ക്രൂശിൽ യാഗമാക്കിക്കൊണ്ട് ആ യാഗത്തിലൂടെ ഒരു പരിഹാരം നടത്തി എന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിരിക്കുക. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ സ്വീകാര്യതയെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത്തെ മുറുകെ പിടിക്കണം. ഞാൻ ഇനി സ്വീകാര്യത എന്ന വാക്കിനേക്കാൾ മുറുകെ പിടിക്കുക എന്ന വാക്കിലേക്ക് ചേർത്ത് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾക്ക് ലഭിച്ച അംഗീകാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് ആയാലും, നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക പദവിയായിരുന്നാലും, നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക സ്വസ്ഥതയായിരുന്നാലും, നിങ്ങൾക്ക് ഭൂമിയിൽ ലഭിക്കുന്ന ഏതൊരു അനുഭവമായിരുന്നാലും, ഫസ്റ്റ് അനുഭവം ഇതാണ്: ഈ സ്വീകാര്യത ഉണ്ടെങ്കിൽ നിനക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയും. ആമേൻ. ഇതിനെതിരെ നിൽക്കുന്ന ഒരാളുണ്ട്. ആളുടെ പേര് സാത്താനാണ്. അവൻ നമ്മുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിനക്ക് കയറി വരാൻ യോഗ്യതയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ അവൻ്റെ മുഖത്തേക്കോ അവൻ പറയുന്നതോ അല്ല കേൾക്കേണ്ടത്. പുത്രനായ കർത്താവിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിയണം. ഏതു സമയത്തും ഹല്ലേലൂയ നിങ്ങളെ പിതാവിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പൂർണ്ണമായ മനസ്സോടെ പുത്രനായ കർത്താവ് അവിടെ നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ചേർന്ന് വരുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. പാപം എത്ര കടിഞ്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു പുണ്യാക രക്തത്തോടെ യേശു കർത്താവ് അവിടെ നിൽക്കുന്നത് കാണാം. ഒന്നുകൂടി ഈ വാക്കിനെ ആശയത്തെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് ലഭിച്ച നിയമപ്രകാരം മനുഷ്യന് സംഭവിച്ച പരാജയത്തിൻ്റെ അനുഭവം നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിനകത്ത് കാണാം. മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം തുറക്കാൻ കഴിയാതെ വണ്ണം ഭാവി അസ്തമിച്ചതുപോലെ നിൽക്കുന്നൊരു കാഴ്ച യോഹന്നാൻ കാണുന്നുണ്ട്. ഒരു ചോദ്യം ഒരു മൂപ്പൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഹല്ലേലൂയ, ഈ ഭാവി തുറക്കുന്ന, ഹല്ലേലൂയ, ഈ പുസ്തകം തുറക്കുവാനും ഇതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, സ്വർഗത്തിലോ ഭൂമിയിലോ ആരെയും കാണായിക കൊണ്ട് ഈ ഭാവി എന്തെന്നറിയാതെ വണ്ണം, മനുഷ്യൻ്റെ അടുത്ത അവസ്ഥ എന്തെന്നറിയാതെ വണ്ണം കരഞ്ഞു തുടങ്ങുന്ന യോഹന്നാനോട് ഒരു ശബ്ദം വെളിപ്പെടുകയാണ്: യോഹന്നാനെ, നീ കരയണ്ട. ഹല്ലേലൂയ, ദാവീദ് ഗോത്രത്തിലെ സിംഹവും, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഹല്ലേലൂയ ഈ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യത പ്രാപിച്ചിരിക്കുന്നു.
യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ഇറ്റിറ്റ് വീഴുന്ന ഹല്ലേലൂയ രക്തത്തുള്ളികളോടെ കുഞ്ഞാട് നിൽക്കുകയാണ് യേശു ക്രിസ്തു. ഇങ്ങനെ പറയാണ്, അതെ, അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ പുസ്തകം തുറക്കുവാനും ഇതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ ജീവിതം അടഞ്ഞ അധ്യായങ്ങളായിരുന്നു, നിങ്ങളുടെ ഭാവി അടഞ്ഞതായിരുന്നു. പക്ഷെ എപ്പോഴാണ് ഒരു ക്രൂശിക്കപ്പെട്ട കർത്താവ് നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്, നീ മനസ്സിലാക്കി തുടങ്ങിയത്, അന്ന് വരെ അടഞ്ഞിരുന്നത് നിന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അത് സ്വർഗമാണെങ്കിലും ഭൂമിയാണെങ്കിലും നിന്റെ മുമ്പിൽ ആ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് വെളിപ്പെടുന്ന എല്ലാ ദൈവകൃപകളും നിന്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകലൊരു ദൂതായി വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ ഇനിയൊന്നും അടഞ്ഞു നിൽക്കത്തില്ല, നിന്റെ മുമ്പിൽ എല്ലാം തുറക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. കാരണം നിനക്ക് ലഭിച്ച ഒരു അംഗീകാരം അത് ക്രിസ്തുവിന്റെ ക്രൂശ് മൂലം ലഭിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. ആ രക്തം ഇന്നും നമുക്ക് വേണ്ടി വിലയോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദം ഇന്നും മുഴങ്ങുന്നത് കൊണ്ട് ഒരു കാര്യം കൃത്യം ഞാൻ വിളിച്ചു പറയാം, നിന്റെ മുമ്പിൽ അടയ്ക്കാൻ വഴികൾ മനുഷ്യനോ സാത്താനോ കഴിയത്തില്ല. കാര്യം ഒന്ന് തട്ടി ലഭിക്കപ്പെട്ട സ്വീകാര്യത്തെ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറാകണം. പലപ്പോഴും ഇതിൻ്റെ വില എന്താണെന്നറിയാതെ, ഇതെന്താണെന്ന് മനസ്സിലാകാതെ ഇത് നമ്മൾ വിട്ടുകളയുന്ന ഒരു മനോഭാവം കാണുന്നുണ്ട്. ഇന്ന് പകൽ വിശ്വാസത്തിൽ സ്വീകരിക്കുക. ആ സ്വീകാര്യം മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ. ഇനി ഈ ആശയത്തെ ഒന്നുകൂടെ ഞാനൊന്ന് ഉറപ്പിച്ചു തരാം. ഹല്ലേലൂയ. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് മരണകരമായൊരു പാപം ആയി മാറിയാൽ, എല്ലാ പാപവും മരണകരമായൊരു പാപമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷേ വലിപ്പ ചെറുപ്പം കാണിച്ചുകൊണ്ട് ന്യായപ്രമാണം അതിനെ ലഘൂകരിക്കുന്നുണ്ട്. നമ്മൾ ഒറ്റ നിമിഷത്തിൽ തോന്നും ന്യായപ്രമാണം അതിനെ ലഘൂകരിക്കുവാണ്. എന്നാൽ ലഘൂകരിച്ച് കാണിച്ച് അതിൻ്റെ കാഠിന്യം എന്താണെന്ന് വെളിപ്പെടുത്തുക. എൻ്റെ വാക്ക് തെറ്റുന്നില്ല. ലഘൂകരിച്ച് കാണിച്ച് അതിൻ്റെ കാഠിന്യം എന്താണെന്ന് മനുഷ്യനത് ആ ലഘൂകരിക്കപ്പെട്ട നിയമത്തെ അനുസരിക്കാൻ കഴിയാതെ വണ്ണം പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പം 6 സങ്കേത നഗരങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. സങ്കേത നഗരം എന്തിനാണ് 6 സങ്കേത നഗരങ്ങൾ വെച്ചത്? ഒരാള് മരണകരമായ ഒരു പാപം ചെയ്താൽ അവന് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് സങ്കേതം. അതിനകത്ത് ഓടിക്കയറിയാൽ അവൻ രക്ഷപ്പെട്ടു. അവൻ്റെ ശരീരത്തിൻ്റെയോ പ്രാണന്റെയോ മേൽ ആഘാതമേൽപ്പിക്കാൻ മനുഷ്യന് പിന്നെ അനുവാദമില്ല. അതിനു മുമ്പ് അവൻ ഓടിക്കേറിയില്ലെങ്കിൽ അവൻ കല്ലേറുകൊണ്ട് മരിക്കപ്പെടും. ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കേത നഗരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ്. ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോകാം. നമുക്കൊരു നിയമമുണ്ട്, ഇന്ത്യൻ നിയമമുണ്ട്. ഇന്ത്യയിലൊരു നിയമമുണ്ട്. ഈ നിയമം അനുസരിച്ച് ഒരു പക്ഷേ നമ്മളെ കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ആ നിയമത്തിന് വിധേയമാകുമ്പോൾ ആ നിയമം ഒരിക്കലും തെളിഞ്ഞു വരുന്ന അനുസരിച്ച്, ആ നിയമം അനുസരിച്ച് ഇവന്റെ കുറ്റം തെളിഞ്ഞു വന്നാൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടത്തേ ഉള്ളൂ, അല്ലേ? വിധിക്കപ്പെടത്തേ ഉള്ളൂ. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിക്ഷ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തതിന് ശേഷം പിന്നെ നമ്മെ ഒരിക്കലും കുറ്റക്കാരനെന്ന് വിധി എഴുതാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്വീകാര്യതയാണ് നമുക്ക് ലഭിച്ചേക്കുന്നത്. 2 രീതി. ഒന്ന്, നിങ്ങൾക്ക് നിന്നെ കുറ്റക്കാരനായി വിധി എഴുതാൻ അനുവാദമില്ല. 2, മറ്റൊരാൾക്ക് നിങ്ങളുടെ മേൽ കുറ്റക്കാരനായി വിധി എഴുതാൻ അനുവാദമില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവളെ കല്ലെറിയണമെന്നുള്ളതാണ് നിയമപ്രകാരം, ന്യായപ്രമാണ പ്രകാരം, മോശ കൽപ്പിച്ച ന്യായപ്രമാണ പ്രകാരം അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നിയമം. വരുന്ന വഴിക്ക് യേശുവിനെ കണ്ടപ്പോൾ ആ നിയമം വെച്ച് യേശുവിനെ ഒന്ന് കുരുക്കാം എന്ന ആഗ്രഹത്തോടെ
എഴുതപ്പെട്ട ആ നിയമം വെച്ചൊരു ചോദ്യം. മോശ കൽപ്പിച്ച നിയമം അനുസരിച്ച് ഈ വണ്ണം കുറ്റം ചെയ്തവളെ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നിയമം നിലനിൽക്കുന്നു. നീ എന്തു പറയുന്നു? യേശുക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയ നാൾ മുതൽ തമ്മിലുള്ള സ്നേഹത്തിന്റെ നിയമത്തെ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ഈ രണ്ട് ആശയങ്ങളും ഒരുമിച്ച് ചേരാതെ നിൽക്കുന്ന അനുഭവത്തിൽ യേശുവിനോട് ചോദിക്കുക. യേശുക്രിസ്തു അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളിൽ കല്ലെറിയട്ടെ. എന്നിട്ട് യേശു ഒന്നും മിണ്ടുന്നില്ല. നിലത്ത് താൻ കുനിഞ്ഞിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ളത്തിൽ കുറ്റം തോന്നിയവരെല്ലാം അവരെറിയാൻ ഉപയോഗിച്ച കല്ല് താഴെയിട്ടിട്ട് മടങ്ങിപ്പോയി. ഒരാൾ മാത്രം അവശേഷിക്കുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല, കല്ലെറിഞ്ഞില്ല. കല്ലെറിയാൻ എനിക്ക് അനുവാദമുണ്ട്, ഞാൻ നിന്നെ കല്ലെറിയുന്നില്ല. നിയമപ്രകാരം അവൾ വിധിക്കപ്പെട്ടവളായിരുന്നു, കുറ്റക്കാരായിരുന്നു, അവൾ മരിക്കപ്പെടേണ്ടവളായിരുന്നു. പക്ഷെ ക്രിസ്തുവിൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. നീ എത്ര വലിയ പാപിയായിരുന്നാലും ക്രൂശ് മുഖാന്തരം നിനക്കൊരു രക്ഷയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൾക്ക് എങ്ങനെയാണ് തിരികെ അവിടെ ജീവിക്കാൻ ഒരു സ്വീകാര്യ അനുവാദം ലഭിച്ചത്? ആ അംഗീകാരം ലഭിക്കുന്നത്, നിന്റെ പാപം ഞാൻ എടുത്തോളാം, നിന്റെ പാപത്തിന് പകരം ഞാൻ മരിച്ചോളാം എന്ന് യേശു തൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിച്ച ആ കുറ്റമാണ്. അതുകൊണ്ട് ഇന്ന് പകല് മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യം, ആ സ്വീകാര്യത നഷ്ടപ്പെടുത്താൻ പാടില്ല, മുറുകെ പിടിക്കണം. ആമേൻ. പാസ്റ്റർ എടുത്തോ ചർച്ചിൽ വരുമ്പോഴോ പ്രാർത്ഥിക്കണമോ ആരാധിക്കണമോ എന്നല്ല പറഞ്ഞത്. എപ്പോഴും ദൈവസന്നിധിയിലേക്ക് കയറി വരാൻ ഒരു തടസ്സവും ഇല്ല. ഹല്ലേലൂയ. ചിലപ്പോൾ ചില ഗിൽറ്റി ഫീൽ ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഞാൻ ചോദിച്ചു പറയാണ്, 10 ആഴ്ചയായി ചർച്ചിൽ പോയിട്ട് അതുകൊണ്ട് ഇപ്പൊ കയറി ചെല്ലാൻ ഒരു മടി. ഞാൻ പറയാം, എന്താ മടി? പാസ്റ്റർ എന്നാ വിചാരിക്കും, 1. 2, അടുത്തിരിക്കുന്ന ആൾക്കാർ എന്നാ. ഞാനൊരു പ്രശ്നം ഉണ്ടായിട്ട് കയറി വന്നതാണെന്ന് വിചാരിക്കും. ഞാൻ പറയാം, ഉണ്ടായിട്ട് വന്നതാണെന്ന് വിചാരിക്കട്ടെ. അപ്പം ചോദിച്ച്, എനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ പോകാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു മനോഭാവം ഇത് ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ച് 10 ആഴ്ച വരാതിരുന്നിട്ട് വരണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഏത് സമയത്തും ചിലപ്പം അവിടെ നിങ്ങൾ കണ്ടോ, അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥിക്കാൻ മടിയാണെന്നല്ല. ആണോ? അല്ല. പാസ്റ്റർ എന്നാ, വിശ്വാസികൾ എന്നാ, അവരെന്നാ വിചാരിച്ചാലും ദൈവസന്നിധിയിലേക്ക് വരാൻ ഒരു തടസ്സവും ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഒത്തിരി മേളിലാണ് ഈ ദൈവകൃപയുടെ വ്യാപനം സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, ദൈവ അന്തരീക്ഷം വിട്ടിട്ട് മടങ്ങി യാത്ര ചെയ്യരുത്. ദൈവ സാന്നിധ്യം വിട്ടിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കരുത്. ദൈവവചനം വിട്ടിട്ട് അല്പം ഒന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിക്കരുത്. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മടങ്ങി വരാൻ നമ്മുടെ മനസ്സിനൊരു തടസ്സം ഉണ്ടാകാം. അവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ അംഗീകാരത്തെ നോക്കരുത്. വചനം എന്നാ പറയുന്നു? ഏത് സമയത്തും കൃപ പ്രാപിപ്പാൻ അവൻ്റെ അടുക്കലേക്ക് ഓടി വരിക, ഓടിച്ചെല്ലുക എന്നുള്ള വചനത്തെ സ്വീകരിക്കണം. മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ആ സ്റ്റോറിക്കകത്തെ ആ മനുഷ്യന്റെ പ്രശ്നം ഇതാണ്, മടങ്ങി വരാനുള്ളൊരു പ്രശ്നം. നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ ഇനി അവിടെ ചെന്നാൽ മകന്റെ പൊസിഷനകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വിശപ്പ് കാരണം, എൻ്റെ ക്ഷീണം കാരണം, എൻ്റെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് അവിടെ ഒരു വേലക്കാരൻ്റെ പൊസിഷൻ മതി. ഇതാണ് മനുഷ്യൻ്റെ ആഗ്രഹം, അല്ലേ? മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ജനത്തിനും
അവിടെ പോയി ഒന്നാമത്തെ പൗരത്വത്തിനകത്ത് കഴിയണമെന്നല്ലല്ലോ. മിസ്രൈമിൽ ഞാൻ വീണ്ടും അടിമയായി ജീവിക്കാം എന്നുള്ള അനുവാദമല്ലേ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നഷ്ടപ്പെട്ട പദവിയിലേക്ക് പിതാവ് പുത്രൻ മുഖാന്തരം നിങ്ങളെ സ്വീകരിക്കുന്നത് അതേ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ, അവകാശത്തിൽ, സ്വസ്ഥതയിൽ, വെളിപ്പാടില നമുക്ക് ലഭ്യമായി തീരുന്നത്. അതുകൊണ്ട് ഇന്ന് പകല് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിനുണ്ടായ ക്ഷീണമാണെങ്കിലും, നിങ്ങളുടെ ശരീരത്തിനുണ്ടായ പ്രശ്നമാണെങ്കിലും, ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കപ്പെട്ട സ്വീകാര്യത്തിൻ്റെ, ആ അംഗീകാരത്തിൻ്റെ ആ സാധ്യതയും ആ അംഗീകാരവും ചെറുതല്ല. ഇപ്പം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് പോലെയോ ഞാൻ പറയുന്നത് പോലെയോ ചെറുതല്ല, അത് വലിയ കാര്യമാണ്. ആ തടസ്സം അറിയാൻ പറ്റുമെങ്കിൽ മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യന് ഇറങ്ങി വരുന്ന ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റാത്ത രീതിയിലൊരു പ്രശ്നമുണ്ട്. അടുത്ത് വരാൻ പറ്റാത്തൊരു പ്രശ്നം. മനുഷ്യൻ അത് അനുഭവിച്ചത് നീണ്ട വർഷങ്ങളാണ്. കാൽവറി കുരിശിൽ യേശു യാഗമാകുമ്പോൾ പറയില്ല, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലത്തെ ഈ ക്രൂശിലൂടെ വെളിപ്പെട്ട യാഗമരണത്തിലൂടെ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ നാം വായിച്ച അധ്യായം 17-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവായ യാഗത്തിന് മുന്നോടിയായി പറയും, ഇനി ഞാനും നീയും പിതാവിനോട് പറയാം, നമ്മൾ തമ്മിലുള്ള ബന്ധം പോലെ, ഞാൻ നിന്നിലായിരിക്കുന്നത് പോലെ നീ എന്നിലായിരിക്കുന്നത് പോലെ അവരും നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത് ഈ സ്വീകാര്യത്തിലൂടെ? ഹല്ലേലൂയ. പ്രാർത്ഥനയിലേക്ക് അടുത്തു വരുമ്പോൾ ഏദനിൽ നിന്ന് പടിയിറക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ദൂരം ഉണ്ടായിരുന്നു മനുഷ്യനും ദൈവവും തമ്മിൽ. അത് മാറ്റിയിട്ട് കർത്താവ് പറയാണ്, ഞാനും നീ ഒന്നായി, ഞാനും പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്. ആമേൻ. ഒറ്റ നിമിഷത്തെ സമർപ്പണത്തിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് സ്വർഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് സംഭവിക്കപ്പെട്ട സകല പരാജയങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് ജയമാക്കി മാറ്റുന്ന സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളിൽ പ്രകടമായി വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു വെച്ചു പോയത്, ഇപ്പോൾ ദൈവരാജ്യം ഞാൻ പ്രസംഗിക്കുക. അപ്പോസ്തലന്മാർ വന്നപ്പോഴും ആദ്യം ദൈവരാജ്യം പ്രസംഗിച്ചു. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ക്രൂശീകരണത്തിന് ശേഷം പറയുന്നു, ഇനി ദൈവരാജ്യം വരുമെന്നല്ല, വന്നുമിരിക്കുന്നു. എപ്പോഴാണോ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ ശരീരങ്ങൾക്കകത്ത് പ്രകടമായി വെളിപ്പെട്ടു തുടങ്ങിയത്, അപ്പോൾ മുതൽ ദൈവ സാന്നിധ്യം, ദൈവീയ അനുഭവങ്ങൾ, ദൈവരാജ്യം നിങ്ങളിൽ പ്രകടമായി വെളിപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു വെച്ചിട്ട് ഞാൻ വേഗത്തിൽ 17-ാം അധ്യായത്തിനകത്തേക്ക് വരാം. സ്വീകാര്യം മുറുകെ പിടിക്കുക, നമ്മുടെ ലഭിച്ച അംഗീകാരം മുറുകെ പിടിക്കുക. 2, അവൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമ്മുടെ മനോഭാവത്തിനകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കർത്താവ് നമ്മോട് ക്ഷമിക്കുമോ? ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. എന്നോട് ക്ഷമിക്കും, പക്ഷെ സജിയാനോട് ക്ഷമിക്കുകയില്ല. പ്രശ്നമുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ്റെ, അല്ലേ? എന്നോട് ക്ഷമിക്കും. അത് ഈ സ്വയനീതിയാണ്. ഇത് ഏറ്റവും വലിയ ഭൂതമാണ്. ഞാനൊരു പാപം ചെയ്താൽ നാളെ പോയി പാപം ചെയ്യാൻ വേണ്ടി അല്ല ഞാനിത് പ്രസംഗിക്കുന്നത്. ഇത് ഈ സ്വീകാര്യത്തെയും ഈ കർത്താവിൻ്റെ മനോഭാവത്തെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. ആ ദൈവകൃപയുടെ ആഴത്തെ വെളിപ്പെടുത്തും. ഞാനൊരു തെറ്റ് ചെയ്താൽ 10 പ്രാവശ്യം സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ നിന്ന് കർത്താവ് എന്ത് മാറ്റും? ആ ഗിൽറ്റി ഫീൽ എടുത്ത് മാറ്റും. എന്നിട്ട് പോയി ഒന്നും ചെയ്യാത്തവനെ പോലെ പ്രാർത്ഥിപ്പാനും
ആരാധിക്കാനുള്ളൊരു ദൈവകൃപ നമ്മുടെ അകത്തേക്ക് കർത്താവ് നിക്ഷേപിക്കും. ഇതേ കുറ്റം സജിയാൻ്റെ ചെയ്തിട്ട് എനിക്ക് പറയാം, എന്നോട് ക്ഷമിച്ച ദൈവം. ഇത് വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ഭാവവും ഇത് തന്നെ ആയിരിക്കണം, അല്ലേ? ഒരിക്കൽ ചിക്കു കുര്യാക്കോസ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാട്ടിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്നാനം കഴിഞ്ഞ് വരാൻ നേരത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വരുമ്പോൾ അവർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ നഗ്നത പ്രദർശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കയറി വരുമ്പോൾ അവരെ ഒരു പുതപ്പ് കൊണ്ട് അവരെ മൂടി അവരെ സൂക്ഷിക്കും. അത് അങ്ങനെ അദ്ദേഹം അന്ന് പറഞ്ഞിങ്ങനെയാണ്, അത് അവസാനത്തെ പുതപ്പീരാണ്. പിന്നീട് എങ്ങാനും ചെറിയൊരു തെറ്റ് ചെയ്താൽ അതെടുത്ത് ഫേസ്ബുക്കിലിടും. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ അതെടുത്ത് എഴുതി നശിപ്പിക്കും. ഇല്ല, നമുക്ക് അനുവാദം ഇല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സജിയാൻ്റെ ഇങ്ങനെ വിരൽ ചൂണ്ടാൻ അനുവാദം ഇല്ല. ഇനി എങ്ങാനും തെറ്റ് ചെയ്താൽ എന്നാ ചെയ്യണം? അടുത്ത് വന്നിട്ട് പറയണം, കർത്താവ് ക്ഷമിക്കുന്നവനാണ്. കർത്താവ് പ്രാർത്ഥിക്കാതിരിക്കാൻ പാടില്ല, ഇന്ന് പ്രാർത്ഥിച്ചോണം. ഇത് സാത്താൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു, അത് നമ്മുടെ മനസ്സിൽ കയറിയിരുന്ന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് പകലുണ്ട്, ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരാത്തവരെല്ലാം വരുന്നുണ്ട് ആരാധനയ്ക്ക്. അപ്പം നമുക്കപ്പോൾ ഇന്ന് പകല് ആൾക്കാരിന്ന് കൂടും, ഒന്ന് കൂടും. കാരണം സ്വീകാര്യത ലഭിക്കുന്ന ദിവസമെന്ന്. ആമേൻ. കാരണം ദൈവസന്നിധിയിലേക്ക് എന്നെ തടയാൻ പറ്റുന്ന ഒരു സംഗതി ഇന്ന് ഭൂമിയിലില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീയും ദൈവമായിട്ട് ഉള്ള ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനം നടക്കുന്നതിന് തടസ്സമായ ഒരു കാര്യമില്ല. നിങ്ങളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കൊള്ളണം. അത് എത്ര കടിഞ്ചുമപ്പായിരുന്നാലും അതിനെ ഹിമമാക്കി മാറ്റുന്ന, ശുദ്ധിയാക്കി മാറ്റുന്ന രക്തം ഇന്ന് ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. എല്ലാ ഗിൽറ്റി ഫീലും പോകട്ടെ. ഞാൻ ഇന്ന് പകൽ ഈ വചനം ആദ്യം പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ച് പ്രസംഗിക്കട്ടെ. ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ തടസ്സമാകുന്ന, ആ പ്രാർത്ഥനയുടെ ശുദ്ധിയിലേക്ക് മടങ്ങി വരാൻ തടസ്സമാകുന്ന, ആ ആരാധനയുടെ യഥാർത്ഥ തലത്തിലേക്ക് മടങ്ങി വരാൻ തടസ്സമാകുന്ന, ആ വചന കേൾവിയിലേക്ക് മടങ്ങി വരാൻ തടസ്സമാകുന്ന എന്ത് പ്രതിബന്ധമാണോ അത് മാറ്റുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിൽ ലഭിക്കപ്പെട്ട അധികാരവും പദവിയും ദുർവിനിയോഗം ചെയ്ത ഒരു ന്യായാധിപതി, ആമേൻ, ഒരു ന്യായാധിപൻ, ഹല്ലേലൂയ, ശിംശോൻ. അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കപ്പെട്ട് ദാഗോന്റെ ദേവാലയത്തിനകത്ത് ഇരു കൈകളും കാലുകളും രണ്ട് തൂണുകൾക്കകത്തേക്ക് പിടിച്ചു കെട്ടി നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സിനകത്തൊരാഗ്രഹമുണ്ട്, കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ നിന്റെ ശക്തി എൻ്റെ ശരീരത്തിനകത്ത് ഒന്ന് വെളിപ്പെടുത്താൻ തയ്യാറാണോ? ഇന്ന് പകല് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ നിലവാരം ഒരു സെക്കൻഡ് എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരാനൊരു സാധ്യത തെളിയുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആരാധനയിൽ എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാൻ എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഏൽപ്പിച്ച മിഷൻ, ദൈവം ഏൽപ്പിച്ച പദവി, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് ചെയ്യാതിരിക്കാൻ തടസ്സമായി, ചെയ്യാതിരിക്കാനുള്ള ബുദ്ധിമുട്ടായി എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്തോ അവസ്ഥകൾക്കകത്തോ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ ക്ഷണിക്കുന്നു. നല്ല ആമേൻ പറഞ്ഞേ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിൻ്റെ ആവശ്യകതയാണ്. ഹല്ലേലൂയ. ഒരു അംഗീകാരം നിനക്കുണ്ട്. ഹല്ലേലൂയ. ആ മുടിയനായ പുത്രനെ ആ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ നാം കാണുന്ന ഒരു സ്നേഹത്തിൻ്റെ പിക്ചറുണ്ട്. ഹല്ലേലൂയ. ആ കല്ലെറിയാൻ ഓർത്തിരിക്കുന്ന അടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ അടുത്തുള്ള സഹോദരങ്ങൾ അവനെ കല്ലെറിയാനുള്ള ചാൻസ് ഉണ്ട്. അവൻ്റെ കുടുംബത്തിനകത്ത് അവൻ്റെ സ്വത്ത് നശിപ്പിച്ചവനാണ്. കുറ്റം ആരോപിക്കപ്പെട്ടാൽ
ഉറപ്പായിട്ടും കല്ലേറുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ആരെങ്കിലും എറിഞ്ഞാൽ ആ കല്ല് അവൻ്റെ ശരീരത്തിൽ വന്ന് പതിക്കാതിരിക്കാൻ അകലെ ഇന്ന് കണ്ടപ്പോഴേ പിതാവ് അകത്ത് നിന്ന് ഇറങ്ങി ഓടി അവനെ പോയി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ കിടന്ന പുതിയ മോതിരം ഊരി അവൻ്റെ കയ്യിലിട്ട് കൊടുത്തു. ഹല്ലേലൂയ. പുതിയ സമ്മാനങ്ങൾ കൊടുത്ത് ഹല്ലേലൂയ പഴയ അവസ്ഥയേക്കാൾ മേന്മയോടെ ആ പുത്രത്വത്തിൻ്റെ ഹല്ലേലൂയ അനുവാദത്തിൽ അവനെ ആ വീട്ടിൽ കൈക്കൊള്ളുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ആ സ്വീകാര്യത്തെ നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ശരീരത്തിനകത്തോ മനസ്സിനകത്തോ അതോ നിങ്ങളുടെ ഹല്ലേലൂയ പിന്മാറ്റ മനോഭാവങ്ങൾക്കകത്തോ സംഭവിക്കപ്പെട്ട ഏത് പ്രതിസന്ധിയെയും ഈ സ്വീകാര്യതയുടെ ശക്തി തകർത്ത് കളയും. ഈ സ്വീകാര്യതയുടെ ശക്തി തകർത്ത് കളയും. ആമേൻ. ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പുതിയ ഗിഫ്റ്റുകൾ നിങ്ങളുടെ മേൽ വീഴട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ദൈവശക്തി നിങ്ങളെ തൊടട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആവേശം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയൊരു സന്തോഷം, അങ്ങനെയൊക്കെ ആത്മാവ് എൻ്റെ വായിക്കകത്ത് നൽകുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഇതേ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഹല്ലേലൂയ അവൻ്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷത്തിൽ പറന്നിറങ്ങി വരുന്ന ഒരു സന്തോഷം ദാവീദിൻ്റെ ലൈഫിനകത്തുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ, അന്തരീക്ഷം കിട്ടാതായപ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു മനുഷ്യനെ 51 സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാം. എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയ ആത്മാവിനെ എനിക്ക് സ്ഥിരമാക്കി തരണമേ. എനിക്കൊരു സ്ഥിരമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് പുതിയൊരു ആത്മാവിനെ അതിനകത്ത് പുതുക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകനോട് ചോദിച്ചാൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരും. ഹല്ലേലൂയ. പുതിയൊരു മനസ്സ് നൽകും. അതിനകത്തേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ഹല്ലേലൂയ. ഇന്ന് പകലും മനസ്സ് മടിച്ചു പിന്മാറ്റത്തിൻ്റെ ചലനങ്ങൾ സ്വീകരിക്കപ്പെട്ട് നിങ്ങളുടെ അന്തരീക്ഷത്തിനകത്തേക്ക് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഒരു പുതിയ ഹൃദയം നിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരാത്മശക്തിയിൽ പുറപ്പെടാൻ, മടുത്തിരുന്നവരെ എല്ലാം ശക്തിപ്പെടുത്താൻ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ഏലിയ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ അവരുടെ നിയോഗങ്ങൾക്കകത്തേക്ക് ഓടിച്ചു കയറ്റിയ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലും ഇവിടെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആരെല്ലാം ആഗ്രഹിക്കുന്നോ അവരെ ശക്തിപ്പെടുത്താൻ ദൈവം സഹായകനായി ഇറങ്ങുകയാണ്. തക്ക സമയത്ത് കൃപ പ്രാപിക്കാൻ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയല്ലോ. അവൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞു തന്നത്. കരുണ ലഭിക്കാൻ ഞാൻ ഇന്നലെ ആഗ്രഹിച്ച ഒരു വിഷയമാണ്. ഒരു അല്പം കൂടെയൊക്കെ ഒന്ന് മാറി ആ വണ്ടി തട്ടിയിരുന്നെങ്കിൽ 2 പ്രശ്നമുണ്ടായി. ഒന്ന്, ആ വണ്ടിക്കകത്തിരുന്നവർ, 2 വണ്ടിയുടെ മുഴുവൻ അങ്ങനെയാണ് എനിക്കിന്ന് വരാൻ പോലും പറ്റത്തില്ല. ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എൻ്റെ മനസ്സിനോ ശരീരത്തിനോ ഒരു കേട് വന്നില്ല. കൂടെയുള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടായി. തക്ക സമയത്ത് സഹായത്തിനുള്ള ഒന്ന് പറഞ്ഞ എല്ലാവരും, തക്ക സമയത്തിന് സഹായത്തിനുള്ള കൃപ. ഈ സാധനം വേണം കേട്ടോ, വേണം. ഇതില്ലാതെ പോകരുത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും എന്നാ പറഞ്ഞാൽ അവൻ എല്ലാറ്റിൽ നിന്നും ഏതെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നല്ല, അസംഖ്യമായി വന്നാലും അവ എല്ലാറ്റിൽ നിന്നും ദൈവ സാന്നിധ്യം നിങ്ങളെ സംരക്ഷിക്കും. ഒന്ന് പറഞ്ഞേ. ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രശ്നത്തിനകത്തേക്ക് വന്നിട്ട് ആ പണി മേടിച്ച് കെട്ടരുത്. ഇത് ആത്മാവിൽ പിടിച്ചോണ്ട് പോക്കോണം. ഹല്ലേലൂയ. ശരീരത്തിനോ മനസ്സിനോ ആഘാതങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ തക്ക സമയത്ത് കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ അടുത്ത് വരണം. നമ്മൾ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് കയറി ചെല്ലുന്നതിൻ്റെ കാര്യം എന്നാണെന്ന് ആ സമയത്ത് അറിയത്തില്ല. ആ സമയം ഒരു സന്തോഷം, ആരാധന, അതൊക്കെ ഉണ്ടാകും. പക്ഷേ നീ അറിയാത്ത സമയങ്ങളിൽ നീ പ്രൊട്ടക്റ്റഡ് ആകുന്നുണ്ട് അല്ലേ? നീ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിച്ചു കൊള്ളുകയും.
ഇതൊക്കെ ബൈബിൾ വചനങ്ങളാണ്. ചിലർക്ക് ഇതിനുള്ള മനോഭാവം ഉണ്ടാകത്തില്ല. ചിലർക്ക്, ഞാൻ 2 ആഴ്ച ആരാധനയ്ക്ക് പോകാത്തത് കൊണ്ട് ഒരു കർത്താവ് എന്നോട് പണ്ട് ഞായറാഴ്ച പിള്ളേരൊന്നും കേൾക്കണ്ട, അത് ഭയങ്കര ക്രിക്കറ്റ് കളി പ്രേമിയായിരുന്നു. നേരത്തെ ആരാധന കഴിഞ്ഞ് കളിക്കാനായിട്ട് പോകുന്ന നേരത്ത് ബാറ്റ് ചെയ്യാൻ കയറി നിൽക്കുമ്പം അകത്തൊരു ഗിൽറ്റി അടിക്കും. കർത്താവെ, ഞാൻ ആരാധന മൊത്തം കൂടാതാണ് കയറി നിൽക്കുന്നത്, ഔട്ടായി പോകരുത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ. ഈ ഒരു പ്രാവശ്യം മാത്രം ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം ഞാൻ ഓക്കെ ആയിക്കോളാം. എവിടെ ഓക്കെ ആകാൻ? അടുത്ത പ്രാവശ്യം ഇത് തന്നെ കാണും. അപ്പൊ അന്നുള്ള ചെറിയ മനസ്സിനകത്ത് ഞാൻ വിട്ടിറങ്ങിക്കൊണ്ട് പ്രശ്നത്തിലാണെന്ന്. പക്ഷെ അന്ന് അറിയത്തില്ലായിരുന്നു ഞാൻ പോകുന്നിടത്തല്ല ഈ സാന്നിധ്യം എന്നെ പൊതിയുന്നുണ്ടെന്ന്. ചെറിയ പ്രായത്തിലാണെങ്കിൽ അകത്തൊരു ദൈവ സാന്നിധ്യവും അകത്തൊരു കാഴ്ചപ്പാടും ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് അസംഖ്യമായി കയറി വന്ന അനർത്ഥങ്ങൾക്കകത്ത് നിന്ന് ദൈവകൃപ ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഈ ആഴ്ച എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. നാളെ ഒരു പ്രശ്നം കയറി വന്നാൽ ഇന്ന് എങ്ങനെ നിന്നോ അങ്ങനെ നീ നിൽക്കണം. അവിടെ കഴിവ് കൊണ്ടല്ല, അവിടെ സഹായത്തിന് വെളിപ്പെടുന്നൊരു ദൈവകൃപയുണ്ട്. ഹല്ലേലൂയ. നീയും ആ പ്രശ്നവും തമ്മിൽ ബന്ധപ്പെടുന്ന നടുക്ക് കർത്താവ് ഇറങ്ങി നിൽക്കും. ഞാനത് നിങ്ങളുടെ മേൽ പതിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീ ആ പ്രതിസന്ധിക്കകത്തേക്ക് ഇറങ്ങിപ്പോകാതെ ദൈവകൃപ നിനക്ക് തുണയാകും. ഹല്ലേലൂയ. ഒന്ന് ആത്മാർത്ഥമായി പറ, ഹല്ലേലൂയ. തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുക. ഇപ്പൊ അടുത്ത് ചെല്ലണം. ഇതാണ് ഈ നാളെ എന്നുള്ളത് നമ്മുടെ ടൈമല്ല. ഇപ്പെന്ന് പറഞ്ഞാൽ നൗ, ഇതാണ് സമയം. വൈകുന്നേരം ആയാൽ ഇതാണ് സമയം, നാളെ നേരം വെളുത്താൽ ഇതാണ് സമയം. അതാണ് ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച പറഞ്ഞത്. അവസാന ദിവസം സന്ധ്യ ഉഷസായി പോയി കിടന്ന കർത്താവ് പറഞ്ഞിട്ടില്ല, ഇതിപ്പോഴാണ് സമയം. എപ്പോ വേണമെങ്കിലും കർത്താവിൻ്റെ അടുത്തിരിക്കണം. അടുത്ത് വരാൻ തടസ്സമായിട്ട് ഒരു തടസ്സങ്ങളും പാടില്ല. കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളയുന്ന കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ച്, ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ഹല്ലേലൂയ, അല്പം കൂടി ഒന്ന് അടുത്തിരിക്കാൻ നമുക്ക് പറ്റിയാൽ ഹല്ലേലൂയ, ദൈവകൃപകളുടെ വ്യാപാരങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു തുടങ്ങാൻ പോകും. ആ സ്വീകാര്യത്തെക്കുറിച്ച് വേഗത്തിലൊന്ന് പറയാം. സ്വീകാര്യത്തിന് ഇടയ്ക്കകത്ത് കിടക്കുന്ന നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തെ, ദൈവത്തിലുള്ള നിങ്ങളുടെ കോൺഫിഡൻറ്റിനെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് നൽകി തരുമെന്നുള്ള ഉറപ്പ് നിമിഷങ്ങൾക്കകത്ത് വർദ്ധിപ്പിച്ചോണം. ഇല്ലെങ്കിൽ നമ്മളൊരു പ്രത്യാശയുടെ ആത്മാവിൽ നിന്ന് പോവും, വിശ്വാസത്തിന്റെ ആത്മാവ് താഴോട്ട് പോവും. കർത്താവ് വരുമ്പോഴെല്ലാം നടക്കും. ഇപ്പം കുറച്ച് പേരുടെ പ്രാർത്ഥന അതാണ്, ഇവിടെ ഒന്നും വേണ്ട, അവിടെ ചെന്നിട്ട് മതി. കാരണം എന്തോ അവർക്ക് എന്തോ ഉള്ളു പ്രത്യാശയുണ്ട്. കർത്താവ് വരുമ്പോ അല്ല, വിശ്വാസം, അവരുടെ പ്രത്യാശയും വിശ്വാസം ഒന്നായിപ്പോയി. പക്ഷെ കർത്താവ് ഈ 17-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഇനി ഞാൻ ഈ ഭൂമിയിലില്ല, അവരുണ്ട്. അപ്പം അവർ നേരത്തെ മുതലുള്ളവരാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിണ്ണിൽ നിന്നുള്ളവനാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്. അപ്പം അതിനർത്ഥമുണ്ട്, ഞാൻ വന്നവനാണ്, നിങ്ങൾ ഈ ഭൂമിയിലുള്ളവരായിരുന്നു, പക്ഷെ നിങ്ങൾ ഉണ്ടായിരുന്നത് പോലെ അല്ല, ഇപ്പം ഒരു മാറ്റമുണ്ട്. ഹല്ലേലൂയ. വിണ്ണിൽ നിന്ന് വന്നവൻ ഇവരെ വിണ്ണിന്റെ അല്ലെങ്കിൽ ആ സ്വർഗത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് ഇവർക്ക് അംഗീകാരം കൊടുത്തു. അല്ലേ? പ്രാകൃതൻ, ജഡീയൻ, എന്നാ ആത്മീയൻ, സ്വർഗീയൻ. നമ്മൾ ആത്മീയനാണെന്ന് പറഞ്ഞാൽ
ആത്മീയനല്ല, നമ്മൾ സ്വർഗീയനാന്ന് പറയണം. കാരണം എന്തുവാ? സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തുവിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിൽ ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാൻ വേണ്ടി അല്ലേ നിൽക്കുന്നവരാണ്. ഇടയ്ക്കിടയ്ക്ക് ജഡിയനും ഇടയ്ക്കിടയ്ക്ക് ആത്മീയനും ആയിക്കൊണ്ടിരിക്കുന്ന അനുഭവം വിട്ടിട്ട് കർത്താവ് പറയാണ്, ഞാനിനി ഇവിടം വിട്ടേച്ച് പോവുക. ഈ അധ്യായത്തിനകത്തുണ്ട്, 17-ാം അധ്യായത്തിലുണ്ട്. ഞാൻ പിതാവിനോട് പറയാണ്, സ്വർഗീയ പിതാവേ എന്ന് വിളിച്ചിട്ട് പറ, ഞാൻ തിരികെ വരികയാണ്, ഞാൻ തിരിച്ച് വരികയാണ്. അത് ആ 17-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു നല്ല ഒരു ഭാഗം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ക്രൂശിൽ കിടന്ന യേശു പറയുന്ന അതേ വാക്ക്, നീ എന്നെ അയച്ചതിൻ്റെ സകലതും ഞാൻ തികച്ചിരിക്കുക, ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തികഞ്ഞതായിട്ട് തോന്നത്തില്ല അല്ലേ? പക്ഷെ കർത്താവ് പറയാണ്, ഇനി ഒരു കാര്യം എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ടയില്ല, എല്ലാം ഞാൻ തികച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ തുടങ്ങുന്നത് 17-ാം വാക്യം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയെ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഈ ഭൂമിയിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മേലൊരു മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വത്തിനകത്തേക്ക് എന്നെ തിരികെ എടുക്കണം. നീ എന്നിൽ പരമേൽപ്പിച്ച സകല വർക്കും കംപ്ലീറ്റ് ആയി. ഒന്ന് പറ, എന്നെ കുറിച്ചുള്ള കർത്താവിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയി. നിങ്ങളെപ്പറ്റി പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, ഭൂമിയെക്കുറിച്ചും ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എല്ലാം തികഞ്ഞിരിക്കുക. പക്ഷേ അതിനകത്ത് വെളിപ്പെടുന്ന ഒരു ഭാഗോടെ ഉണ്ട്, വെളിപ്പെടുക എന്ന് പറയുന്നൊരു ഭാഗോടെ ഉണ്ട്. അവിടെ ഈ താഴെ പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. യേശു പറയുന്ന കാര്യങ്ങളാണ്. നീ തന്ന വചനം, പിതാവിനോട് പറയും, നീ തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നീ തന്ന നാമം അവർക്ക് കൊടുത്തു, നീ തന്ന മഹത്വം ഞാൻ അവർക്ക്. നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടായിരുന്നോ? ഇതിനകത്ത് ഈ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. നീ തന്ന നാമം ഞാൻ നിനക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? യേശുവിൻ്റെ നാമം നിങ്ങൾക്കുണ്ടോ? ഓക്കെ. 2, യേശുവിൻ്റെ വചനം നിങ്ങളുടെ മേലുണ്ടോ? അല്ലേ? ഈ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്ന ഗ്രേറ്റ് മഹാനിയോഗത്തിൻ്റെ കൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞ് നാമത്തിൻ്റെയും വചനത്തിൻ്റെയും പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാന്റെ വെളിപ്പാട് ഇതിനകത്ത് കൃത്യമായി പറയുന്നത്, നിങ്ങൾ ഇതുവരെ ഒന്നും പുത്രന്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതും. അല്ലെ പത്മേൻ്റെ? നമ്മൾ പോയിരിക്കാന്നത് ഈ ഒരു പാറ്റേൺ നമ്മൾ മറന്നുപോകും. വേണ്ടതെല്ലാം പരാതി പോലെ കൊണ്ട് ഇറക്കി വെച്ചേച്ച് തിരിച്ചു പോകും. ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കാൻ നേരത്ത് നിങ്ങളുടെ കണ്ണിനകത്ത് ഈ ചിന്ത വരുമോ? എന്താ ചിന്ത? പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നതല്ല. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്ത, പുത്രനായ കർത്താവ് എനിക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് പിതാവിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നാമത്തിനകത്ത് വിടുതലുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ജോഷിച്ചാൻ മനസ്സിലാവുന്നു? പ്രാർത്ഥിക്കാനിരിക്കാൻ നേരത്ത് സീരിയസ് ആയിട്ട് കേൾക്കണം. പ്രാർത്ഥിക്കാനിരിക്കാൻ നേരത്ത് കണ്ണിനകത്ത് വെളിപ്പെടേണ്ടത് ക്രൂശിക്കപ്പെട്ടൊരു കർത്താവ് ജോഷിച്ചാന് വേണ്ടി ഉണ്ട്. എത്ര ഡാമേജ് ആയ ബോഡിയെയും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ ഗിഫ്റ്റുകൾ ഇരിപ്പുണ്ട്. ചോദിക്കണം, മനസ്സ് തുറന്ന് ചോദിക്കണം.
എന്നിട്ട് പറയണം, എൻ്റെ ശരീരം ആരോഗ്യത്തിലേക്ക് വരട്ടെ. എത്രയൊക്കെ പ്രശ്നമാണെങ്കിലും നിങ്ങളിത് പറയുന്നതിനകത്തോ ഡോറുകൾ തുറക്കും. എന്തുവാ? വീടിൻ്റെ ഡോറല്ല, നിങ്ങൾ എന്താണോ പറഞ്ഞത് അതൊരു ഡോറായി മാറുക. ആമേൻ. ഇന്ന് പകല് ഞാൻ ഈ വചനത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ നേരത്ത് അവൻ്റെ നാമം ഉപയോഗിക്കാനുള്ള അധികാരം വെളിപ്പെടട്ടെ. തലേ കൈവച്ച് അനുഗ്രഹിച്ചു വിടുന്നത് പോലെ ശിഷ്യന്മാരെ മഹാനിയോഗത്തിലേക്ക് വരിക. എൻ്റെ നാമം പ്രതി നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നുവോ ആ സ്ഥലം നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കും. ആ സ്ഥലം കീഴടങ്ങാൻ കീഴടക്കിയവൻ ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്, അല്ലേ? എബ്രായ ലേഖന കർത്താവ് ഒരു സ്ഥലത്ത് പറയാണ്, 2-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ സകലതും കീഴടങ്ങിയിരിക്കുന്നു. കീഴടക്കിയ ഒന്നിനെയും വിട്ടിട്ടില്ല, അല്ലേ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശു കർത്താവ് തിരികെ മേടിച്ചു. ആരും ആമേൻ പറയുന്നില്ലേ? ആമേൻ പറഞ്ഞാടെ. മുണ്ടക്കയത്തിന്റെ നിയന്ത്രണവും അറിയില്ല. അതോ നിങ്ങൾ പറയോ സകലതും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും? അങ്ങനല്ല. ചിലർ അവരുടെ വീട് വരെ തീരാരെ എഴുതി കൊടുത്തേക്കുക. ചിലരുടെ മനസ്സ് പോലും സാത്താന് ഇട്ടു കൊടുത്തേക്കും. നോ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിരിക്കും. രാമൻ പറയണം ഇതിന്. യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് കരയേറുമ്പോൾ ഒരു കാര്യം വളരെ ശക്തിയോടെ പറഞ്ഞ് അത് പല അഭിഷിക്തന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനത്തെ കർത്താവ് പറയാണ്, അവൻ കീഴ്പ്പെടുത്താതെ ഒന്നിനെയും വിട്ടിട്ടില്ല. ഒന്ന് പറയണം. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ കീഴടക്കാനുള്ള മനോഭാവത്തിലല്ല ഇരിക്കുന്നുണ്ട്. അതിന് അപ്പുറത്ത് കീഴടക്കിയവൻ നിന്റെ കണ്ണിന്റെ മുമ്പിൽ പ്രകടമായി വെളിപ്പെടണം. അല്ലെങ്കിൽ സാത്താൻ നിങ്ങളുടെ മനസ്സിനെ പറ്റിച്ചു കളയും. ഒന്ന് പറ, ഈ ദേശം നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുക, ഈ പട്ടണം നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ്, ഈ ദേശത്തിലെ സമൂഹങ്ങൾ നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുക. എന്താ? യേശുവിൻ്റെ നാമത്തിൽ. ആത്മാവിൽ നാമം ഉപയോഗിക്കാൻ. ഈ നാമം ഒരു മിറക്കിൾ നാമമാണ്. ഹല്ലേലൂയ. എൻ്റെ നാമം ഉപയോഗിക്കാനുള്ള അധികാരം ലഭിക്കപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. ആമേൻ. നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കാം, അപ്പം അറിയാം. നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം വരാൻ നേരത്ത് ആ വിഷയത്തിന് മുമ്പിൽ വിഷയത്തിന്റെ വലിപ്പത്തെ അല്ല കൊണ്ടിരുന്ന യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ഈ സംശയം കയറി വരുന്നതിന് മുമ്പേ നാമം ഉപയോഗിക്കണം. ഒരു നിമിഷം വൈകി അന്നേരം നടക്കുവോ ഇല്ലയോ എന്നുള്ള സംശയം നിങ്ങളെ പേര് പിടിക്കും. സനീഷേ, യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. രാജ, യേശുവിൻ്റെ നാമം ഉപയോഗിക്കണം. കർത്താവ് പറയാണ്, നീ എനിക്ക് തന്ന നാമം ഞാൻ ആർക്ക് കൊടുത്തു? അവർക്ക്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക്, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇതെന്തിനാണ് തന്നെ? എന്തിനാണ് തന്നത് ഉപയോഗിക്കാനാണ്. സാന്നിധ്യം നഷ്ടപ്പെട്ടെടുത്ത് നിന്ന് ദൈവം അവൻ്റെ നാമം ഉപയോഗിക്കാൻ, അവൻ്റെ വചനം ഉപയോഗിക്കാൻ, അവൻ്റെ മഹത്വം ഉപയോഗിക്കാൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്നു. ഇത് മനസ്സിലായ എൻ്റെ മെസ്സേജിൻ്റെ ആദ്യ പാർട്ട് കഴിയാണ്. ഹല്ലേലൂയ. സാന്നിധ്യം അപ്പുറത്ത് കിടക്കുന്ന മഹത്വത്തെ റിവീൽ ചെയ്യാനുള്ള അനുവാദം ലഭിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഹാളിൽ 2 കൈ അടിച്ച് ആരാധിച്ച് സന്തോഷിച്ച് മടങ്ങാൻ മാത്രമല്ല, നീ ആരാധിക്കുന്ന ദൈവത്തെ ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടുന്ന ഗ്ലോറി റിവീലാകട്ടെ. പരാജയത്തിന്റെ അങ്ങേയറ്റം കണ്ടിട്ട് ദൈവജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തിറക്കുമ്പോഴേ ആ മരുഭൂമിക്കകത്ത് ഗ്ലോറി റിവീലായി നിൽക്കുക. ഇനി നിങ്ങൾക്ക് ലഭ്യമാകുന്ന കനാൻ ദേശത്തിലേക്ക് കയറുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത ലാൻഡിൻ്റെ യഥാർത്ഥ തലങ്ങൾ ഈ മരുഭൂമിക്കകത്ത് ഞാൻ റിവീൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങി നിൽക്കുകയാണ്.
ഞാൻ ആത്മാവിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ, യേശുവിൻ്റെ വചനം ഉപയോഗിക്കാൻ, യേശുവിൽ പ്രകടമായി വെളിപ്പെട്ട് വന്ന അവൻ്റെ മഹത്വം ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് ആ വിഷയത്തിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് പറയണം. എനിക്കൊരു മഹത്വം ഉണ്ടായിരുന്നു. ആ മഹത്വത്തെക്കുറിച്ച് യേശു പറയാണ്, അതെൻ്റെ സ്വന്തമല്ല, അങ്ങ് എനിക്ക് തന്ന മഹത്വം. എന്തിനാ അങ്ങനെ പറയുന്നതെന്നറിയാവോ? അതൊരു മാതൃക കാണിക്കുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്ന യേശു കർത്താവിൻ്റെ മേൽ പിതാവിൻ്റെ മഹത്വം ഇറങ്ങി വരുന്നത് പോലെ പുത്രൻ പിതാവിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് എന്നുള്ള വെളിപ്പാടിനകത്ത് നിൽക്കുന്ന, നമുക്കതെല്ലാം അറിവിൽ നിൽക്കുകയാണ്. അനുഭവത്തിനകത്ത്, പ്രാർത്ഥനയ്ക്കകത്ത് കയറുമ്പോൾ അത് വെളിപ്പെട്ട് വരുന്ന തലത്തിൽ നിങ്ങളുടെ ഹൃദയം വന്നാൽ ആ പിതാവിൻ്റെ ഗ്ലോറി നിങ്ങളുടെ മേൽ റിവീലാകും. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സമയം നമ്മുടെ മുമ്പിൽ അതിക്രമിക്കുന്നു. ഇന്നിപ്പോൾ ഹല്ലേലൂയ ആ മധ്യസ്ഥ പ്രാർത്ഥന യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ നടത്തുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇനിവ് നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. 3.5 വർഷം ഞാൻ നിന്നെ പഠിപ്പിച്ചു, 3.5 വർഷം ഞാൻ ഒത്തിരി മിറക്കിൾ കാണിച്ചു, 3.5 വർഷം നിങ്ങളുടെ കൂടെ നടന്നു. ഇനി ഞാനല്ല, നിങ്ങളാണ് ചെയ്യേണ്ടത്. യേശു പറയുകയാണ്, ഞാനാണ് ഇതുവരെ രോഗികളെ സൗഖ്യമാക്കിയത്, ഞാനാണ് മുടന്തരെ എഴുന്നേൽപ്പിച്ചത്, ഞാനാണ് അന്ധരെ കാഴ്ച തുറന്നു കൊടുത്തത്, ഞാനാണ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ചത്. പത്രോസിനെ നോക്കി പറയും, ഇനി ഞാനല്ല, നിങ്ങൾ ചെയ്യണം. തിരിച്ചറിയണം, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി. പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഇരിപ്പുണ്ടെന്നുള്ള വെളിപ്പാട് നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാറാൻ പാടില്ല. ഞാൻ നിനക്ക് തന്ന നാമം ഉപയോഗിക്കാൻ, ഞാൻ നിനക്ക് തന്ന വചനം ഉപയോഗിക്കാൻ, ഞാൻ നിനക്ക് തന്ന മഹത്വം ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും കാര്യങ്ങൾ കിടക്കുന്നു. വിശുദ്ധി, ആ ദൈവപ്രസാദം, ആ ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന എല്ലാ ഗിഫ്റ്റുകളും നിങ്ങളുടെ അകത്തേക്ക് ഒഴുകാൻ പോവുകയാണ്. ഞാൻ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആരാധനയുടെ യഥാർത്ഥ മഹത്വം ലഭിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നത് ഉഴപ്പിലല്ല, അത് യഥാർത്ഥ മഹത്വം ലഭിക്കണം. യഥാർത്ഥമായി വചനം കേൾക്കാൻ കഴിയണം, യഥാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം, യഥാർത്ഥമായി ശുശ്രൂഷ ചെയ്യാൻ കഴിയണം, യഥാർത്ഥമായി ചർച്ച വളർത്തപ്പെടാൻ നമുക്ക് കഴിയണം. ഏത് മിഷനാണോ നിൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടത്, ഏത് ഉത്തരവാദിത്തമാണോ നിൻ്റെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടത്, അതിനകത്ത് ഒരു റെസ്റ്റോറേഷൻ വീഴാൻ ഈ സന്ദേശം കാരണമായി തീരട്ടെ. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് ദൈവത്തിന് പ്രാർത്ഥിച്ചാട്ടെ. തക്ക സമയത്ത് കൃപ ലഭിപ്പാൻ പിതാവിൻ്റെ അടുക്കലേക്ക്, അവൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പുത്രൻ്റെ വെളിപ്പാടിൽ നിങ്ങൾ പിതാവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാൻ, അബ്ബാ